മുപ്പത്തിയേഴാം ദിവസം സൗഹൃദം, ഹൃദയങ്ങൾ തമ്മിലുള്ള ഉടമ്പടി. സൗഹൃദം എന്നത് രക്തബന്ധങ്ങൾക്കപ്പുറം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. ഒരു നല്ല സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയും ലളിതമായിട്ട് മാറും. ആത്മീയ അടിസ്ഥാനം. വിശ്വസ്തനായ സുഹൃത്തിനെ ഒരു വലിയ നിധിയായിട്ടാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. വിശ്വസ്തനായ സ്നേഹിതൻ ശക്തമായ ഒരു അഭയസ്ഥാനമാണ്. അവനെ കണ്ടെത്തുന്നവൻ ഒരു നിധി കണ്ടെത്തുന്നു. പ്രഭാഷകൻ 6:14. സ്നേഹിതൻ എപ്പോഴും സ്നേഹിക്കുന്നു. കഷ്ടതയിൽ സഹായിക്കാൻ ജനിച്ചവനാണ് സഹോദരൻ. സുഭാഷിതങ്ങൾ 17:17. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും വീഴുമ്പോൾ താങ്ങാനും കഴിയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. സൗഹൃദത്തിൽ പുലർത്തുന്ന സ്ഥിരത ആ ബന്ധത്തെ ആഴമുള്ളതാക്കുന്നു. മനഃശാസ്ത്രപരമായും തത്വശാസ്ത്രപരമായും സൗഹൃദങ്ങളെ മൂന്നായി തിരിക്കാം. 1. ഉപയോഗത്തിനുള്ള സൗഹൃദം. ഏതെങ്കിലും കാര്യലാഭത്തിനായി മാത്രം കൂടുന്നവർ. 2. സന്തോഷത്തിനുള്ള സൗഹൃദം. വിനോദങ്ങളിലും താല്പര്യങ്ങളിലും മാത്രം പങ്കുചേരുന്നവർ. 3. ഗുണപരമായ സൗഹൃദം. പരസ്പരം വളരാൻ സഹായിക്കുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഏറ്റവും ഉന്നതമായ സൗഹൃദം. നമ്മുടെ സൗഹൃദങ്ങൾ കേവലം ഉപരിപ്ലവമാകാതെ പരസ്പരം വിശുദ്ധിയിലേക്കും നന്മയിലേക്കും നയിക്കുന്ന ഗുണപരമായ സൗഹൃദങ്ങളായി മാറണം. വാർത്താലോകത്തോടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയിൽ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ നല്ലൊരു ഉദാഹരണമുണ്ട്. 2026 ഫെബ്രുവരിയിൽ കേരളത്തിൽ നടന്ന ഒരു സംഭവം യഥാർത്ഥ സൗഹൃദത്തിൻ്റെ ഉദാഹരണമാണ്. കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവ് തൻ്റെ ബിസിനസ്സിൽ വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ആ സമയത്ത് ഒഴിഞ്ഞുപോയി. എന്നാൽ തൻ്റെ ബാല്യകാല സുഹൃത്തായ ഒരാൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ നൽകി അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. പണം നൽകിയത് മാത്രമല്ല, തൻ്റെ സുഹൃത്തിന് മാനസികമായ കരുത്ത് നൽകാൻ മാസങ്ങളോളം അദ്ദേഹം കൂടെ നിന്നു. ഇരുവരും ചേർന്ന് പുതിയൊരു സംരംഭം ആരംഭിക്കുകയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന് കൈത്താങ്ങാകുന്നത് ദൈവഹിതമാണ്. പരദൂഷണമോ അസൂയോ ഇല്ലാത്ത നിസ്വാർത്ഥമായ സ്നേഹമാണ് ഇവിടെ വിജയിച്ചത്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, ഒരു നല്ല സുഹൃത്തായി മാറാൻ ഈ കാര്യം ചെയ്യുക. അന്വേഷിക്കുക. ദീർഘകാലമായി സംസാരിക്കാത്ത ഒരു സുഹൃത്തിനെ ഇന്ന് ഫോണിൽ വിളിക്കുകയോ സന്ദേശമയക്കുകയോ ചെയ്യുക. അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുക. സ്ഥിരത പാലിക്കുക. സൗഹൃദം ഒരു ആഘോഷം മാത്രമാകരുത്. ചെറിയ കാര്യങ്ങളിൽ പോലും സുഹൃത്തിനോട് വിശ്വസ്തതയും സ്ഥിരതയും പുലർത്തുക. ചോദിക്കുക, എന്നോട് തന്നെ ചോദിക്കുക, എൻ്റെ സുഹൃത്ത് ഇന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് പ്രത്യാശ നൽകാൻ എനിക്ക് സാധിക്കുമോ? യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് ദാസന്മാരെന്നല്ല, മറിച്ച് സ്നേഹിതന്മാർ എന്നാണ്. യോഹന്നാൻ സുവിശേഷം 15:15. സൗഹൃദം എന്നത് ദൈവികമായ ഒരു ഉടമ്പടിയാണ്. നന്മയിൽ അധിഷ്ഠിതമായ സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കും. ചുരുക്കത്തിൽ, നിങ്ങളെ പുകഴ്ത്തുന്നവരല്ല, നിങ്ങളെ തിരുത്തുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നമുക്കും നല്ല ഒരു സ്നേഹിതനാകാം ഈശോയെ പോലെ. ദൈവം അനുഗ്രഹിക്കട്ടെ.